രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൻ്റെ ഭാവിയിൽ മാറ്റം വരുത്തുമെന്ന സൂചന നൽകി തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് തരൂരിൻ്റെ നിലപാട്. PTIക്ക് നൽകിയ പ്രതികരണത്തിലാണ് തരൂരിൻ്റെ പ്രതികരണം. എൻ്റെ കർത്തവ്യം ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു. പുതുമുഖങ്ങൾ വരുന്നതിന് വേണ്ടി എപ്പോൾ മാറി നിൽക്കണമെന്ന് നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്. ലോക്സഭ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തുടരും. പക്ഷേ അത് വഴിയിൽ തന്നെയല്ലാതെ ജനങ്ങളെ തുടരാനുള്ള മറ്റു മാർഗങ്ങളുമുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് വീണ്ടും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നാണ് മാറുന്നത്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നല്ല, അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപി ടിപ്പിക്കൽ BJPക്കാരനല്ലെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ. സുരേഷ് ഗോപി തൻ്റെ മതേതര യോഗ്യതകൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ന്യൂനപക്ഷ വോട്ടർമാരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. 2009 എന്നെ പിന്തുണച്ച, എനിക്ക് നന്നായി അറിയുന്ന സുരേഷ് ഗോപി ഒരു ടിപ്പിക്കൽ BJPക്കാരനല്ല. അദ്ദേഹം തൻ്റെ മതേതര യോഗ്യത ഉയർത്തിക്കാട്ടുകയും തൃശ്ശൂരിലെ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തോട് പരസ്യമായ അഭ്യർത്ഥനവുമായി എത്തുകയും പരസ്യമായി സെലിബ്രിറ്റി സ്ഥാനാർത്ഥി, മികച്ച സിനിമാ താരം, കോടീശ്വരൻ പരിപാടി അവതാരകൻ എങ്ങനെയുള്ള വ്യക്തിപ്രഭാവവും സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ശശി തരൂർ പറഞ്ഞത്. തിരുവനന്തപുരത്ത് CPM വോട്ടുകൾ BJPയിലേക്ക് ചോർന്നതായും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. 3ാം CPM മേഖലയിൽ CPI സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോവുകയും BJP സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്തെത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.